മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിൽ സന്തോഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ ഇടവക ഒരുപക്ഷെ നമ്മുടെ നാട്ടിലാകും. ഇന്ത്യയിലെ തലം എന്ന വില്ലേജിൽ ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ മൊത്തം 3 ഇടവകക്കാരുണ്ട്. ദേവാലയം പണിയാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട ഒരു വൃദ്ധനുമുണ്ട്. പ്രായം തളർത്താത്ത മനസ്സും അടിയുറച്ച ദൈവവിശ്വാസവും ആ മനുഷ്യനെയും അദ്ദേഹം അടങ്ങുന്ന 3 ഇടവകക്കാരെയും മുന്നോട്ട് നയിക്കുന്നു. വൈദികനായ ഫാദർ ബിജു പുതിയടത്ത് MCBS ആണ് ഇവരെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. ആഗോള കത്തോലിക്ക സഭയ്ക്ക് പുതിയ ഇടയനെ ലഭിച്ചതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഈ കുഞ്ഞു ദേവാലയവും ഇവിടുത്തെ ഇടവകക്കാരും. തങ്ങളുടെ ദേവാലയം കാലപ്പഴക്കം വന്നപ്പോൾ പുതിയൊരു ദേവാലയം വേണമെന്ന ആവശ്യം, ആത്മീയ ആവശ്യമെന്ന് പറയാം, ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഉടലെടുത്തു. അതിനായി ഒരു ദേവാലയം പണി പൂർത്തിയാക്കിയ ശേഷമാണ് ഈ വിവരം അദ്ദേഹം അച്ഛനെ അറിയിക്കുന്നത്. നമ്മുടെ ദേവാലയത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനാൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു ദേവാലയം പണിതച്ച, അച്ഛൻ വന്നൊന്ന് കാണൂ, അച്ഛനും താല്പര്യമാണ് എങ്കിൽ, ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദേവാലയം വെഞ്ചരിക്കൂ. നോക്കണേ, ആ മനുഷ്യൻ്റെ പ്രായം തളർത്താത്ത വിശ്വാസം. ഈ പ്രായത്തിൽ ആ മനുഷ്യൻ ഇത്രയേറെ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് അധ്വാനിച്ച് ആ മലഞ്ചെരുവിൽ ലഭ്യമായ തടികളും ഏറെ കഷ്ടപ്പെട്ട് എവിടുന്നൊക്കെയോ സംഘടിപ്പിച്ച ഷീറ്റുകളുമൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു ദേവാലയം പണിതിട്ടുണ്ടെങ്കിൽ, അവിടെ ദിവ്യബലി അർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഉള്ളം, ആ ഹൃദയം എത്രത്തോളം ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുന്നുണ്ടാവണം. അദ്ദേഹത്തെക്കുറിച്ച് ബിജുവച്ചൻ പറഞ്ഞത് എങ്ങനെയാണ്? ഈ ഒരു മനുഷ്യൻ്റെ ഒരു പ്രയത്നമാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാനുള്ളത്. ഈ മനുഷ്യൻ ഒറ്റയ്ക്ക്, ഈ വില്ലേജിൽ കുറച്ച് കുടുംബങ്ങളും കൂടെ ഉണ്ട്. പക്ഷേ ഇവിടെയുള്ള ചെറുപ്പക്കാർ മുഴുവൻ ടൗണിലേക്ക് കുടിയേറി കഴിഞ്ഞപ്പോൾ പ്രായമായ ഇവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു കൊച്ചു പള്ളി അപ്പുറത്തെ സ്ഥലത്ത് കുറച്ചപ്പുറത്ത് മാറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മോശമായി, അതുകൊണ്ട് അത് മാറ്റാമെന്ന് പറഞ്ഞ് ഇദ്ദേഹം തന്നെ പണിത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ്. അച്ഛാ വന്നതൊന്ന് വെഞ്ചരിക്കണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചതാണ്. അങ്ങനെ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ നടന്ന് ഇവിടെ എത്തി. ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ ഈശോയ്ക്ക് വേണ്ടിയുള്ളൊരു വലിയൊരു ദാഹം ഈ മനുഷ്യൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തന്നെ ഇന്നലെ വൈകിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഞാൻ തന്നെയാണ് അതിൻ്റെ അകത്ത് ഇച്ചിരി സിമെൻറ്റൊക്കെ, തറയൊക്കെ ഞാൻ ഇച്ചിരി സിമെൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ ഞാനത് ഇത്രയൊക്കെ ഉണ്ടാക്കി വെക്കാൻ എന്നെക്കൊണ്ട് പറ്റിയെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ എണ്ണം കുറയുന്നില്ല. പക്ഷേ നമ്മൾ പല രീതിയിൽ അവർ അന്വേഷിക്കുന്നു, പല രീതിയിൽ സഭയ്ക്ക് വേണ്ടി അവർ ശുശ്രൂഷ ചെയ്യുന്നു. ക്രിസ്തു അവരുടെ ജീവിതത്തെ മനോഹരമാക്കുന്നത് അവർ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതവും സാഹചര്യങ്ങളും ഒക്കെ എത്ര മനോഹരമായിട്ടാണ് ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുവാനായിട്ട് ഈ ഒരു നിമിഷങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ വ്യക്തിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വീഡിയോ കാണുന്നത് സൺഡേ ശാലോം എന്ന യൂട്യൂബ് ചാനലിലാണ്. ഈ വീഡിയോ കണ്ട എനിക്ക് ഇതേക്കുറിച്ചൊരു വാർത്ത ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. കാരണം അത്രയേറെ ക്രിസ്തുവിന് വേണ്ടി കൊതിക്കുന്ന ദിവ്യകാരുണ്യനാഥനോടുള്ള സ്നേഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു ക്രിസ്ത്യാനി, അങ്ങനെ വേണം ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. ഏശയ്യ 40-ാം അധ്യായം 30-31 വാക്യങ്ങൾ: യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ദൈവത്തിന് സ്തുതി.